വമ്പൻ വിജയം നേടിയെങ്കിലും വല്ലാത്തൊരു പെടലിൽ പെട്ടുനിൽക്കുകയാണ് ശിവസേന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ. മഹായുതിക്ക് 5-4 ഭൂരിപക്ഷത്തോടെയുള്ള ജയം വേണ്ടിയിരുന്നില്ലെന്ന് ചിന്തിക്കുന്നതിൽ ഒരാളാവും ഇപ്പോൾ ഷിൻഡെ. മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു, കിട്ടിയില്ല. അങ്ങനെയെങ്കിൽ ആഭ്യന്തരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. മുന്നിൽ വഴിയൊന്നുമില്ലാതെ ഷിൻഡെ പെട്ടുപോയത് എന്തുകൊണ്ടാണ്? പരിശോധിക്കാം. കഴിഞ്ഞ തവണ ശിവസേനയെ പിളർത്തി മറുകണ്ഠം ചാടിയ ഏക്നാഥ് ഷിൻഡെയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടി. നേരിട്ട ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ 6 മാസത്തിനുള്ളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുത വിജയം, അതും 5-4 ഭൂരിപക്ഷത്തിൽ. ഏത് മുഖ്യമന്ത്രിയെയും ആനന്ദ തുന്തിലിതനും അഭിമാന വിജൃംഭിതനുമാക്കാൻ പോകുന്ന വിജയം. അതിലും വലുത് സ്വപ്നങ്ങളിൽ മാത്രം എന്ന പരസ്യവാചകം ആരും സമ്മതിച്ചു പോകുന്ന തരത്തിലെ ജയം. പക്ഷേ അത് വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പോൾ ചിന്തിക്കുന്നവരിൽ ഒന്നാമൻ മഹാരാഷ്ട്രയിലെ ഈ വമ്പൻ വിജയം നേടിയ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആവും. അത്ര പെടലിലാണ് പെട്ടുനിൽക്കുന്നത്. അത്ഭുത വിജയത്തിൻ്റെ ഒന്നാം അവകാശി സ്വാഭാവികമായി മുന്നണിയെ നയിച്ച മുഖ്യമന്ത്രി ഷിൻഡെ തന്നെയാണ്. തൻ്റെ ഭരണത്തിൽ ലഭിച്ച അംഗീകാരത്തിൻ്റെ വിഹിതം എന്ന മട്ടിലാണ് ആദ്യം മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചത്. അത് പറ്റില്ലെന്ന് ഒന്നാം കക്ഷിയായ BJP ഉറപ്പിച്ചു പറഞ്ഞതോടെ 2.5 വർഷമെങ്കിലും മുഖ്യമന്ത്രി കസേര തനിക്ക് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു. അതും പറ്റില്ലെന്ന് ഉറപ്പിച്ച് BJP പറഞ്ഞു. ഒടുവിൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാം, പകരം ആഭ്യന്തര വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് സത്യപ്രതിജ്ഞയ്ക്ക് ഇല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും BJP അതിനും തയ്യാറായില്ല. വകുപ്പൊക്കെ ചർച്ച ചെയ്യാം, സത്യപ്രതിജ്ഞ നടക്കട്ടെ എന്ന് BJP ദേശീയ നേതാക്കൾ തന്നെ വാക്കു നൽകി. അതും അംഗീകരിച്ച് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും BJP നേതാക്കളെ അടക്കം വല്ലാതെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്തു. ആഭ്യന്തരവും കിട്ടില്ലെന്ന് വന്നപ്പോൾ എങ്കിൽ നഗരവികസനത്തിനൊപ്പം റവന്യൂ കൂടി നൽകണമെന്നായി ആവശ്യം. അതും പറ്റില്ല എന്ന നിലപാടിൽ തന്നെയാണ് BJP. ഇനി ഇതിലൊക്കെ പ്രതിഷേധിച്ച് മറുകണ്ഠം ചാടാമെന്ന് വെച്ചാൽ ശിവസേനയ്ക്ക് 57 MLA-മാരുള്ള ശിവസേന പോയാലും 132 MLA-മാരുള്ള BJPയും 41 MLA-മാരുള്ള NCPയും ചേർന്നാൽ കേവല ഭൂരിപക്ഷമായ 244 കടന്ന് 28 സീറ്റുകൾ കൂടി അധികമുണ്ട്. ഭൂരിപക്ഷം കുറവാണെങ്കിൽ മറുകണ്ഠം ചാടുമോ എന്ന് സംശയിച്ചിരുന്ന ആളാണ് അജിത് പവാർ. പക്ഷേ ഈ അജിത് പവാർ വിജയക്കണക്ക് വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPക്ക് നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചു. ഒരു തരത്തിലും ഷിൻഡെയുടെ സമ്മർദ്ദത്തിന് ഒപ്പം നിൽക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അജിത് പവാർ ബുദ്ധിപരമായ നീക്കം നടത്തിയത്. അങ്ങനെ ധനവകുപ്പ് അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു. എന്തു വന്നാലും ഇനി മഹായുതിയിൽ നിൽക്കുകയല്ലാതെ ഷിൻഡെയ്ക്ക് മുന്നിൽ കാര്യമായ വഴികളില്ല എന്നതാണ് ഈ വിജയക്കണക്ക് വ്യക്തമാക്കുന്നത്. അത് ഷിൻഡെയെക്കാളും നന്നായി അറിയാവുന്നവർ BJP ആണ്. അതുകൊണ്ട് തന്നെ ഷിൻഡെയുടെ ഈ സമ്മർദ്ദത്തിന് ഒരു തരത്തിലും വഴങ്ങാൻ BJP സാധ്യതയുമില്ല. മന്ത്രിസഭയിൽ ചേരാതെ മാറി നിൽക്കാം എന്ന് വെച്ചാൽ, മന്ത്രിസഭ അങ്ങനെ ഒരു തീരുമാനവുമായിട്ടൊക്കെ മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ സ്വാഭാവികമായും മന്ത്രിമോഹവുമായി കൂടെ നിൽക്കുന്ന MLA-മാർ ഒപ്പം നിൽക്കുന്നതിലും ഷിൻഡെയ്ക്ക് വലിയ ഉറപ്പില്ല. നിന്ന നിൽപ്പിൽ ഉദ്ധവ് താക്കറെ പോലും അറിയാതെ ഷിൻഡെയെ മുൻനിർത്തി പാർട്ടിയെ പിളർത്തിയതാണ് BJP. ആ BJPയുടെ തന്ത്രങ്ങളിലെ അപകടം ഷിൻഡെയ്ക്ക് നന്നായി തന്നെ അറിയാം. അത്തരമൊരു അപകടം തനിക്കു നേരെയും വരാമെന്ന് സ്വാഭാവികമായും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. സമ്മർദ്ദപ്പെടുത്തുക, പിണങ്ങി മാറി നിൽക്കുക എന്നൊക്കെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ കടും വെട്ടിനുള്ള ശേഷി തൽക്കാലം ഷിൻഡെയ്ക്കില്ല. ഉപമുഖ്യമന്ത്രിയാണെങ്കിലും ഇതുവരെ വകുപ്പൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. കയ്യിലിരുന്ന നഗരവികസനമല്ലാതെ മുന്തിയ വകുപ്പുകളൊന്നും കിട്ടുന്ന ലക്ഷണവും ഇതുവരെയുള്ള ചർച്ചകളിൽ കാണുന്നുമില്ല. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എല്ലാ വകുപ്പിനും ചേർത്ത് ഒറ്റ മന്ത്രിയേ ഉള്ളൂ, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്. നെഞ്ച് നീറി നിൽക്കുമ്പോഴും ഉള്ളിലെ വിഷമം ഉള്ളിൽ തന്നെ ഒതുക്കി നിൽക്കാനല്ലാതെ പരസ്യ പ്രതികരണത്തിന് പോലും കഴിയുന്നില്ല ഷിൻഡെയ്ക്ക്. പരസ്യ വെല്ലുവിളി ഉയർത്തിയാൽ അതായുധമാക്കി BJP തന്നെ ഒതുക്കുമെന്ന് ഷിൻഡെയ്ക്ക് നന്നായി അറിയാം. ആഭ്യന്തരത്തിൽ ഉറപ്പില്ലാതെ സത്യപ്രതിജ്ഞയ്ക്കില്ല, മന്ത്രിസഭയിൽ ചേരാതെ പുറത്തുനിന്ന് പിന്തുണച്ചോളാം എന്ന സമ്മർദ്ദ കാർഡൊക്കെ ആദ്യഘട്ടത്തിൽ ഇറക്കി നോക്കിയതാണ്. ഒടുവിൽ വകുപ്പ് ചർച്ച ചെയ്യാമെന്നല്ലാതെ വകുപ്പ് നൽകാമെന്ന ഒരു ഉറപ്പും ലഭിക്കാതെയാണ് സത്യപ്രതിജ്ഞയ്ക്ക് അംഗീകരിക്കേണ്ടി വന്നത്. തുടർന്നും ചർച്ച നടന്നതല്ലാതെ ഒരാവശ്യം പോലും അംഗീകരിക്കാൻ BJP ഇതുവരെയും തയ്യാറായിട്ടില്ല. വമ്പൻ വിജയം ഉറപ്പാക്കിയ മുഖ്യമന്ത്രി എന്ന പരിഗണനയൊന്നും ഇതുവരെയും കിട്ടുന്നുമില്ല. മുഖ്യമന്ത്രി കസേര വിട്ടു നൽകിയതിന് പകരം ഒരു വകുപ്പ് പോലും അധികമായി കിട്ടില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ട് കിട്ടുന്ന വകുപ്പുകൾ വാങ്ങി പുറമേക്ക് സ്നേഹം നടിച്ച് നിൽക്കുകയല്ലാതെ മറ്റു വഴികളൊന്നും തൽക്കാലം രാഷ്ട്രീയമായി ഷിൻഡെയ്ക്ക് മുന്നിലില്ല.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയോ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു നിർദ്ദേശമൊക്കെ ഷിൻഡെ പല വഴികളിലൂടെ അവരെ അറിയിച്ചെങ്കിലും അവർ മഹാരാഷ്ട്രയിൽ തന്നെ നിങ്ങൾ ഫട്നാവിസുമായി ചർച്ച നടത്തി തീരുമാനിക്കൂ എന്ന ലൈനിലാണ് നിൽക്കുന്നത്. ദിവസങ്ങൾ നീണ്ടുപോയിട്ടും തർക്കം പരിഹരിക്കാൻ BJP നേതൃത്വം ഒട്ടുമേ തിടുക്കം കാണിക്കുന്നുമില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ എല്ലാ വകുപ്പുകളുടെയും ചുമതലയുള്ള ഫട്നാവിസ് എല്ലാ വകുപ്പുകളിലും തീരുമാനങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇത്ര വലിയ വിജയം വേണ്ടിയിരുന്നില്ല എന്ന് ഷിൻഡെയ്ക്ക് തോന്നുന്നുണ്ടാവുമെന്നത് ഈ ഘട്ടത്തിലാണ് കൂടുതൽ ഉറപ്പാകുന്നത്. ശിവസേന കൂടി ചേർന്നാലേ ഭൂരിപക്ഷം ഉറപ്പാകൂ എന്ന അവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രി കസേര കിട്ടിയേനെ, അതില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പെങ്കിലും കിട്ടിയേനെ. അതുമല്ലെങ്കിൽ ഈ നഗരവികസനവും റവന്യൂ വകുപ്പുകൾ പോലെ 2 പ്രധാനപ്പെട്ട വകുപ്പുകളെങ്കിലും നേടിയെടുക്കാൻ ഷിൻഡെയ്ക്ക് കഴിയുമായിരുന്നു. ഇതിപ്പോൾ അതിനൊന്നും കഴിയാത്ത വല്ലാത്തൊരു പെടലിലാണ് ഷിൻഡെ പെട്ടുകിടക്കുന്നത്. തൽക്കാലം BJPക്ക് വഴങ്ങുക, കാലവും അവസരവും വരുമ്പോൾ തുടർ കളി സാധ്യത എന്തെന്ന് നോക്കി അത് കളിക്കുക, അതല്ലാതെ മറ്റു വഴികളൊന്നും തൽക്കാലം ഈ മുൻ മുഖ്യമന്ത്രി വിജയമുറപ്പാക്കിയ വലിയ നേതാവ് എന്നൊക്കെ പറയുമ്പോഴും വലിയ പ്രതിച്ഛായയിൽ നിൽക്കുമ്പോഴും ഏക്നാഥ് ഷിൻഡെ എന്ന മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിക്ക് ശിവസേനയുടെ തലവന് ഇപ്പോൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം.